നമസ്കാരം. ഞാനിന്ന് എവിടെ വന്നിരിക്കുന്നത് അറിയോ? തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിലാണ്. ഇരിങ്ങാലക്കുട അടുത്ത് കരിവന്നൂർ എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടെ ഒരു ആയുർവേദ ആസ്പത്രിയിൽ വന്നതാണ്. ആയുർജ്യോതി എന്നാണ് അതിൻ്റെ പേര്. എൻ്റെ ഫ്രണ്ട് ശ്രീവിദ്യ ഉണ്ട്. ശ്രീവിദ്യ ഇവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശ്രീവിദ്യയാണ് ഈ ആസ്പത്രിയെക്കുറിച്ച് പറഞ്ഞത്. അങ്ങനെ ലിജോ ഡോക്ടറെ പരിചയപ്പെട്ടു. അപ്പോഴാണ് അറിഞ്ഞത് ഇവർ ലിജോ ഡോക്ടറുടെ അച്ഛനും വൈഫും ഒക്കെ ആയുർവേദ ഡോക്ടർമാരാണ്. ഞങ്ങൾ രാവിലെ നേരത്തെ ഇവിടെ വന്നു കേട്ടോ. ഇവിടെ വന്നപ്പോൾ മൊത്തം ഭയങ്കര കാമായിട്ടുള്ളൊരു സ്ഥലം. 20 കൊല്ലം പഴക്കണ്ടത്ര ഈ ആസ്പത്രിക്ക്. ലിജോ ഡോക്ടറുടെ അച്ഛനും ആയുർവേദ ഡോക്ടറാണ്. അപ്പോൾ അദ്ദേഹമായിട്ട് തുടങ്ങി വെച്ച ഒരു പാരമ്പര്യ ചികിത്സാ രീതിയാണ് ഇപ്പോൾ ഇവിടെ നടന്നു പോകുന്നത്. ഇത് റെമിൻ ഡോക്ടർ, ഇത് ലിജോ ഡോക്ടർ, ഭാര്യയും ഭർത്താവുമാണ്. ഇതിപ്പോൾ എത്ര കാലമായി ഈ ഹോസ്പിറ്റൽ? ഞങ്ങളിവിടെ തുടങ്ങിയിട്ട് ഒരു 20 വർഷമായി. പപ്പ ഒരു 50 വർഷമായിട്ട് ആയുർവേദം പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടറാണ്. ഡോക്ടർ മന്നച്ചൻ ഗവൺമെന്റ് സർവീസ് ആയിരുന്നു. ഇപ്പോൾ റിട്ടയർഡ് ആയിട്ട് ഞങ്ങളുടെ കൂടെ തന്നെ ഇപ്പോഴും വരുന്നുണ്ട്. വരുന്നുണ്ട്, എല്ലാ ദിവസവും വരും. ഇത് ഡോക്ടർ മന്നച്ചൻ, നമ്മുടെ ലിജോ ഡോക്ടറുടെ ഫാദറാണ്. ഡോക്ടർ ഇപ്പോൾ എത്ര കൊല്ലമായി ആയുർവേദ ഈ ഇതൊരു എന്താ പറയുക സബരിയാക്കിയിട്ട് എടുത്തിട്ട്? ഞാനൊരു 55 കൊല്ലമായി. 55 കൊല്ലമായി. തിരുവനന്തപുരം ആയുർവേദ കോളേജിൽ നിന്ന് പാസ്സായതാണ്. 2 തലമുറ ഡോക്ടർ കണ്ടു കഴിഞ്ഞു. ഈ ഒരു മൂന്നാമത്തെ തലമുറ വരാൻ പോകുന്നു. അപ്പോൾ ശരിക്കും പണ്ട് ഇപ്പോൾ ഡോക്ടർ ചെയ്തിരുന്ന ആ സമയത്തെ മരുന്നുകളുടെ അല്ലെങ്കിൽ പ്രയോഗ രീതിയും അല്ലെങ്കിൽ മരുന്നുകളും ഒക്കെ വ്യത്യാസങ്ങൾ വന്നൊന്നുമില്ല. ഇപ്പോൾ കഷായാണെങ്കിലും ഗുളികയായി പലതും ചെറുതായി തുടങ്ങി, ചുരുങ്ങി തുടങ്ങി. അല്ല, അതിൻ്റെ മോഡേൺ ടെക്നിക്സ് ഉപയോഗിച്ചിട്ടുള്ള മാനുഫാക്ചറിങ് വന്നപ്പോഴത്തേക്കിൻ്റെ അതിൻ്റെ എക്സ്ട്രാക്റ്റ് എടുക്കാൻ പറ്റുന്നു, അത് ക്യാപ്സ്യൂളാക്കാൻ പറ്റുന്നുണ്ട്, ടാബ്ലറ്റ് ആക്കാൻ പറ്റും. അങ്ങനെ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർക്ക് വളരെ ചെറിയ അളവിൽ കഴിച്ചാൽ മതി. പിന്നെ കഷായത്തിൻ്റേതായ അരുചികൾ ഒന്നും ഉണ്ടാകത്തില്ല. അപ്പം പിന്നെ അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. അങ്ങനെ തുടങ്ങി കുറേ മെച്ചങ്ങൾ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ആയുർവേദ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു രോഗത്തിനൊരു ഔഷധമല്ല, രോഗിക്കാണ്. അപ്പം ഏതാണ് രോഗത്തിൻ്റെ മൂല കാരണം എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതിനെ കറക്റ്റ് വാതപിത്ത കഫങ്ങൾ. അപ്പോൾ അതെന്ന് വെച്ചാൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ നേരെയാക്കുന്നതാണ് ആയുർവേദം. അപ്പോൾ അതിന് വേണ്ടുന്ന അന്നപാന ഔഷധം, ആഹാരവും വെള്ളവും ഔഷധം ലാസ്റ്റ്, ജീവിത രീതി ക്രമീകരിച്ചു കൊടുക്കുക, അതാണ് ആയുർവേദം. എന്തായാലും ഇനിയും കുറേ കാലം ഡോക്ടറുടെ മരുന്ന് കൈപുണ്യം എല്ലാവരിലും എത്തട്ടെ. താങ്ക് യു വെരി മച്ച്. ഇവിടെ എത്ര കൊല്ലമായി? ഞാനിപ്പോൾ ഇവിടെ 5 വർഷമായി വർക്ക് ചെയ്യണം. അതെ, 5 വർഷമായി. അടുത്ത് തന്നെയാണോ വീട്? അവിടെ അടുത്തൊരു. അയ്യോ, പരിചയപ്പെടുത്താൻ മറന്നു. ഇത് ജയ, ഇവിടുത്തെ ഡോക്ടറാണ്. ഇപ്പോൾ ഇവിടെ എന്താ പറയുക, ഔട്ട് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഔട്ട് ഓഫ് കേരള ഒക്കെ പേഷ്യൻസ് വരാറുണ്ട്. നോർത്ത് ഇന്ത്യ ഫോറിനേഴ്സ് എല്ലാവരും വരാറുണ്ട് അല്ലേ? അപ്പം അവരൊക്കെ ചോദിക്കുമോ ഈ മരുന്നിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആയുർവേദത്തിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടാണോ അവർ വരണത്? മിക്ക പേഷ്യൻറ്റും അങ്ങനെ മനസ്സിലാക്കിയിട്ട് വരാറുണ്ട്. അല്ലാത്തവർക്ക് നമ്മൾ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് കൊടുക്കും. ശരി. ആയുർവേദത്തിനുള്ള ഇഷ്ടം കൊണ്ടാണോ ചെയ്യാൻ? അതെ, ഇഷ്ടം കൊണ്ടാണ് പഠിച്ചത്. ഇപ്പോൾ ആയുർവേദത്തിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ആയുർവേദത്തിൽ എനിക്ക് തോന്നുന്നു മറ്റ് ശാസ്ത്രങ്ങളെ അപേക്ഷിച്ച് നമുക്കൊരു രോഗം വരാതിരിക്കാൻ നമുക്കൊരു വലിയൊരു ഏരിയ ഉണ്ട് ചെയ്യാൻ. അതായത് നമ്മുടെ ടെക്സ്റ്റുകളിലാണെങ്കിലും ചികിത്സ ഒരു ഭാഗം മാത്രമാണ്. അതല്ലാതെ നമുക്ക് ദിനചര്യ എന്ന് പറഞ്ഞാൽ ഡെയിലി ഒരാൾ എഴുന്നേറ്റ് പോകുന്ന രാത്രി വരെ എങ്ങനെ ജീവിക്കണം, അത് ഈവൻ സൈക്കോളജിക്കൽ നമ്മുടെ മൈൻഡിന് വെൽത്തും കൂടി നോക്കിയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ അത്രയധികം വാസ്റ്റായിട്ട് അന്നത്തെ ആചാര്യന്മാർ ചിന്തിച്ച് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഓരോരുത്തരും അങ്ങനെ ജീവിച്ചാൽ തന്നെയും അസുഖം വരാതിരിക്കും. കൃഷ്ണദത്തൻ ഇവിടെ എത്ര ദിവസമായി ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയിട്ട്? 2 വീക്സ്. 2 ആഴ്ച അല്ലേ? ഓക്കെ. എന്തായിട്ടാണ് വന്നത്? എൻ്റെ ഷോൾഡർ ഡിസ്ലൊക്കേഷൻ ഉണ്ടായി. അപ്പോൾ ഇവിടെ നല്ലോണം വേദനയും കൈ അധികം മൂവ്മെൻ്റ് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. പിന്നെ നീരും ഉണ്ടായിരുന്നു. ഇപ്പോൾ വ്യത്യാസം വ്യത്യാസമുണ്ട്, നീര് കുറവുണ്ട്. പിന്നെ വേദനയ്ക്കാണെങ്കിലും നല്ലോണം വ്യത്യാസമുണ്ട് അല്ലേ? അപകടം പറ്റിയതാണോ എന്തെങ്കിലും? ഞാൻ ഒരു വട്ടം വീണപ്പോൾ ആദ്യം കുഴ തെറ്റിയിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് തെറ്റുണ്ട്. കുഴ തെറ്റാന്ന് പറഞ്ഞ സംഭവമാണ് അല്ലേ? വർക്ക് ചെയ്യണോ? വർക്ക് ചെയ്യണം. അതെ അല്ലേ? ഓക്കെ, എന്നാൽ ശരി.
എൻ്റെ പേര് സുനിൽകുമാർ. അനന്തനാരായണൻ എന്നാണ് പേര്. പാലക്കാടാണ്. ഓ ശരി. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ടൈമാണോ ഈ വരുന്നത് അതോ? അല്ല, ഞാൻ ഇതിന് മുന്നേ ഒരു പേഷ്യൻറ്റിനോട് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എനിക്ക് വേറൊരു ഡോക്ടറിലൂടെയാണ് ലിജോ ഡോക്ടറെ പരിചയമായത്. അതെ, അവിടെ എത്തിയത്. അപ്പോൾ അദ്ദേഹത്തിനെ പരിചയത്തിൻ്റെ പേരിൽ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഒരു റിസ്കി സിറ്റുവേഷനിലാണ് കൊണ്ടുവന്നത്. ആളെയും കൂട്ടി വന്നത് എന്നുവെച്ചാൽ ആള് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഫുഡൊന്നും ആളുടെ ശരീരത്തിൽ നിൽക്കില്ല, അപ്പം തന്നെ അത് മോശനായിട്ട് പോകും. അദ്ദേഹത്തിനെ ഇവിടെ കൊണ്ടുവന്നു, ഇവിടെ അഡ്മിറ്റ് ചെയ്തു. 1 month ഇവിടെ ഉണ്ടായിരുന്നു. 1 monthും 5 daysഉം ഉണ്ടായിരുന്നു. തിരിച്ചു പോകുമ്പോൾ വളരെ നോർമലായിട്ട് എനിക്ക് ചെറുതായിട്ട് ഈ ബോഡിയിൽ ഫുള്ള് സ്വെല്ലിങ്, നീര് നിറഞ്ഞിട്ട് ഞാൻ MRI എടുത്ത സമയത്ത് ഈ ചൂടുവിരൽ വരഞ്ഞ് നിൽക്കുന്നുണ്ട്. ഫയലെല്ലാം കൂടെ അയച്ചപ്പോൾ പറഞ്ഞു ഇവിടെ വന്നൊരു 10 days കിടക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആണ്. മാത്രമല്ല അറ്റ്മോസ്ഫിയറും പിന്നെ സ്റ്റാഫ് ആവട്ടെ നല്ല പെരുമാറ്റം. അല്ല, നമുക്കൊരു ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ ശരിക്കും ഡോക്ടറുടെ പെരുമാറ്റം, സ്റ്റാഫിൻ്റെ പെരുമാറ്റം, അവിടുത്തെ അറ്റ്മോസ്ഫിയർ, ഇത് മൂന്നും വളരെ പ്രാധാന്യമുള്ള കാര്യം തന്നെയാണ്. ആയുർവേദത്തിൽ ഒരിക്കലും രോഗത്തിനല്ല ചികിത്സ, ഓരോ രോഗികൾക്കുമാണ്. അവരുടെ ശാരീരിക മാനസിക അവസ്ഥകൾ മനസ്സിലാക്കി അവരുടെ ഒരു കറക്റ്റായിട്ടുള്ള വേണ്ട ഫുഡ്, എങ്ങനെ അവരുടെ എപ്പോൾ എഴുന്നേൽക്കണം, എപ്പോൾ ഉറങ്ങണം, എങ്ങനെയൊക്കെ ആയിരിക്കണം അവരുടെ ലൈഫ് സ്റ്റൈല്, അവർക്ക് എന്തൊക്കെ ട്രീറ്റ്മെൻറ്റുകൾ വേണം, ഇതിനെല്ലാം പറ്റിയൊരു ആംബിയൻസാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പേഷ്യൻസിൻ്റെ അടുത്ത് കുറേ നേരം സംസാരിച്ചിരിക്കാൻ സമയം കണ്ടെത്താറുണ്ടോ? പ്രൈമറി ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അവരെ കേൾക്കാൻ ഒരാളുണ്ടാവുക എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവരുടെ അടുത്ത് ഞാൻ എപ്പോഴും എല്ലാ ദിവസവും ഡെയിലി അവരുടെ അടുത്ത് പോയി ആ റൂമിലിരുന്ന് ഒരുപാട് നേരം സംസാരിക്കുന്നത് തന്നെ അവർക്ക് ഒരുപാട് സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണ്. ആയുർവേദ മരുന്നുകൾ കഴിക്കുമ്പോൾ സൈഡ് എഫക്ട്സ് ഉണ്ടാവും. അതായത് ഞാൻ കേട്ടിരിക്കുന്നതാണ് കേട്ടോ, ലിവർ പ്രശ്നം വരും, അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങൾ കേട്ടിട്ടുണ്ട്. അത് ശരിക്കും ഉള്ളതാണോ? അങ്ങനെ വരുമോ? ആയുർവേദ മരുന്നുകൾ എന്നുള്ളതല്ല, നമ്മൾ ഏത് മരുന്നിനും ഒരു ആക്ഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് വേറൊരു വശമുണ്ടെന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ആയുർവേദ വേറെ ഒരു മരുന്നിനും സൈഡ് എഫക്റ്റ് ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ ആയുർവേദ മരുന്നുകൾ പലരും പല രീതിയിലാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഒരു ആയുർവേദം പഠിച്ച് ശാസ്ത്രത്തിനെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി ഒരു പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർ ആ പേഷ്യൻറ്റിന് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, അങ്ങേരുടെ ബ്ലഡ് ടെസ്റ്റ് എങ്ങനെയാണ്, അങ്ങേരുടെ സ്കാനിങ് എങ്ങനെയാണ്, അല്ലെങ്കിൽ MRI CT ഇതൊക്കെ നോക്കിയതിന് ശേഷമാണ് ഒരു ഡോക്ടർ മരുന്ന് എഴുതുക. അപ്പോൾ അതിനെ ശരിയായ രീതിയിൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതിന് യാതൊരു പ്രശ്നവുമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസും എൻ്റെ അനുഭവവും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം. ഒരുപാട് പേര് ഈ ഡോക്ടറെ കണ്ട് മരുന്ന് കഴിക്കുന്നതിന് പകരം ആയുർവേദ മരുന്നല്ലേ കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞ് ഒരു ഷോപ്പിൽ പോയിട്ട് മരുന്ന് മേടിക്കുക, അതല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കേട്ട് ഇപ്പോൾ ഒരാൾ ആ മരുന്ന് കഴിച്ചു അതുകൊണ്ട് എനിക്കും അതിന് കുറവ് കിട്ടും, ഇതിങ്ങനെ കണ്ടിന്യൂസ് അരിഷ്ടം കഴിക്കുക, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് സൈഡ് എഫക്റ്റ് വേറെ വരുന്നുണ്ടാവും. അതിനൊന്നും ഒരു ഡോക്ടറെ ആയുർവേദ ശാസ്ത്രത്തിനെയോ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, അതാ ചെയ്യുന്ന ആളുകളുടെ കുഴപ്പമാണ്. ഭക്ഷണം കഴിച്ചു, അടിപൊളി ഫുഡ്, സൂപ്പർ ഫുഡാണ് കേട്ടോ. ഞാനും സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു ആയുർവേദ ആസ്പത്രിയല്ലേ, അപ്പോൾ നമുക്ക് അങ്ങനത്തെ അതായത് രുചിയുള്ളതെന്നുള്ളതിനേക്കാൾ നമുക്കിഷ്ടമുള്ള സാധനങ്ങളാവില്ലല്ലോ. ഇപ്പോൾ ദോശ, ഇഡ്ഡലി, മുട്ട പറഞ്ഞിട്ട് അങ്ങനെയൊന്നും കിട്ടില്ല. പക്ഷേ നല്ല അടിപൊളി പുട്ടും കടലയും, പിന്നെ എന്താ പറയുക സാലഡ്, പിന്നെ ഒരു ജ്യൂസ്, ചായ കിട്ടുന്ന ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്തായാലും നല്ല ഫുഡായിരുന്നു. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അവിടെ വന്നിട്ട്. ഭയങ്കര സന്തോഷമായി. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചില്ല. ഒന്നും ഒരു റിസോർട്ട് സ്റ്റൈലാവും, അല്ലാണ്ടെങ്കിൽ പക്ക പഴയ ഒരു ആസ്പത്രി. ഇത് രണ്ടും വിട്ടിട്ട് നമുക്കൊരു ഹോംലി അറ്റ്മോസ്ഫിയറാണ് ഇവിടെ ഫീൽ ചെയ്യണത്. അത് വളരെ നല്ലത്. എന്തായാലും നിറയെ രോഗികളെ കിട്ടട്ടെ എന്ന് ആശംസിക്കാൻ പറ്റില്ല അല്ലേ? അത് ശരിയല്ലല്ലോ. എന്തായാലും കുറച്ച് അടുത്തൊരു തലമുറ, നല്ല ആരോഗ്യമുള്ള ഒരു തലമുറയ്ക്ക് കുറേ ഉദാഹരണങ്ങൾ കിട്ടട്ടെ ഇവിടുന്ന്, അല്ലെങ്കിൽ കുറേ നല്ല കാര്യങ്ങൾ ഇവിടുന്ന് കിട്ടട്ടെ. അതെന്തായാലും അത് ആയുർവേദം എന്നുള്ള ഒരു ദിനചര്യ തന്നെയാണ് ശരിക്കും. അത് ട്രീറ്റ്മെൻറ്റ് എന്നുള്ളതിനേക്കാൾ കൂടുതലല്ലേ എനിക്ക് തോന്നുന്നു. നമ്മൾ കുറേ അസുഖങ്ങൾ നമുക്ക് അങ്ങനെയാകുമ്പോൾ മാറുകയും ചെയ്യും. എന്തായാലും ഒരുപാട് നന്ദി ചേച്ചി വന്നതിനും ഇങ്ങനെ ഒരു സംഭവം എടുത്തതിനും ഇത്ര സിൻസിയറായിട്ട് ഒരുപാട് സന്തോഷം. താങ്ക് യു. അപ്പോൾ കാണാം. ശരി. അസുഖം വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി അഥവാ വന്ന ഏത് തരം ചികിത്സ തേടണം, ഏത് ഡോക്ടറെ കാണണം എന്നത് നമ്മുടെ വ്യക്തിപരമായ തീരുമാനമാണ്.
ഏത് ചികിത്സാ രീതിയായാലും മരുന്ന് പോലെ ഫലം ചെയ്യുന്നതാണ് ആശുപത്രിയിലെ ഡോക്ടർമാരുടെയും മറ്റ് സ്റ്റാഫുകളുടെയും പെരുമാറ്റവും അവിടുത്തെ അന്തരീക്ഷവും ഒക്കെ. അത് ആയുർജ്യോതിയിൽ വളരെ തൃപ്തികരമാണ് കേട്ടോ.